إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികൾ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷ്മതയോടുകൂടി പുലർത്തി അള്ളാഹു ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ ഉൾപ്പെടാനുള്ള പരിശ്രമങ്ങൾ നടത്തണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുക. അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസന്മാരിൽ അള്ളാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ ഒരുമിച്ച് കൂടൽ പോലെ അള്ളാഹുവിൻ്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിക്കാൻ അവൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരൻ, നമ്മുടെ ജീവിതത്തിൽ പല തരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ ഇതിങ്ങനെ ഇടതടവില്ലാതെ കടന്നു വരാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ പലപ്പോഴും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്താണ് എന്നും എങ്ങനെ അതിനെ തരണം ചെയ്യണമെന്നും ഒക്കെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ പോലും എവിടെയൊക്കെയോ ചില വീഴ്ചകൾ സംഭവിക്കുന്നുണ്ടോ എന്നത് നാം പരിശോധിക്കും. പ്രത്യേകിച്ച് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ സങ്കടങ്ങളെ, പ്രയാസങ്ങളെ, നഷ്ടങ്ങളെ നമ്മൾ ബാലൻസ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ പ്രയാസങ്ങളിലേക്ക് ചേർത്ത് വെച്ച് നോക്കിയിട്ട്. എക്സാമിന് മാർക്ക് കുറഞ്ഞാൽ നമുക്കതിൽ അല്പം ആശ്വാസം കിട്ടുന്നത് നമ്മുടെ അതേ ക്ലാസ്സിലുള്ള നമ്മുടെ ഒപ്പം ഇരിക്കുന്ന ആളുകൾക്ക് നമ്മളെക്കാൾ കുറവാണ് എന്ന് തോന്നിയാൽ നമ്മുടെ സങ്കടത്തിന് ചെറിയൊരു ആശ്വാസം കിട്ടാറുണ്ട്. ഇത് എല്ലാ രംഗത്തുമുണ്ട്, എല്ലാ രംഗത്തും. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സങ്കടങ്ങളെയും പ്രയാസങ്ങളെയും എല്ലാം താരതമ്യം ചെയ്ത് നോക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എപ്പോഴെങ്കിലും അങ്ങനെ ഒരു താരതമ്യം നമ്മൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. നമുക്കുണ്ടാകുന്ന രോഗങ്ങളെ,
സാമ്പത്തിക നഷ്ടങ്ങളെ, ജോലിയിൽ വരുന്ന ബുദ്ധിമുട്ടുകളെ, കുടുംബത്തിലെ സുഹൃത്ത് ബന്ധങ്ങൾക്കിടയിലെ അയൽപക്കത്തു നിന്നുണ്ടാകുന്ന പ്രയാസങ്ങളെ, സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന പരീക്ഷണങ്ങളെ, ഇതിനെയെല്ലാം നമുക്ക് ചേർത്ത് വയ്ക്കാൻ ഏറ്റവും ഉത്തമമായൊരു മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അത് താടി വളർത്തുന്ന വിഷയത്തിൽ, നിര്യാണിക്ക് മുകളിൽ വസ്ത്രമെടുക്കുന്ന വിഷയത്തിൽ, അതിൽ മാത്രമൊന്നുമല്ല, നമസ്കാരത്തിൻ്റെ കാര്യത്തിലും നോമ്പിൻ്റെ കാര്യത്തിലും ഹജ്ജിൻ്റെ വിഷയത്തിലുമൊക്കെ റസൂലിൽ നമ്മൾ കണ്ട മാതൃക ഈ രംഗത്തുമുണ്ട് എന്നൊരു തിരിച്ചറിവ് നമുക്ക് വേണം. പലപ്പോഴും നമ്മുടെ പ്രയാസങ്ങളെ നമ്മൾ നിരാശപ്പെടുത്തി കളയാണ്. എന്തുകൊണ്ട്? അല്ലേ, ആദർശ രംഗത്ത് നിലനിൽക്കുന്ന ആളുകൾക്ക് പോലും പ്രയാസങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരുമ്പോൾ ഉണ്ടാകാറുള്ള ഒരു സ്വയം ചോദ്യം, ചിലപ്പോൾ അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കപ്പെടുകയും ചെയ്യാറുണ്ട്. എന്തുകൊണ്ട് അള്ളാഹു ഇങ്ങനെ പരീക്ഷിക്കുന്നു? നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധയുണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, പരമാവധി തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രമിക്കുന്നു, എല്ലാ രംഗത്തും ശ്രദ്ധിച്ചിട്ടും പരീക്ഷണങ്ങൾക്കൊരു കുറവില്ല എന്നുള്ളത്, അത് പലപ്പോഴും പലരെയും ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ് എന്നുള്ളത് നാം പലപ്പോഴും അനുഭവിച്ചറിയാറുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെയാണ് റസൂലിൻ്റെ ജീവിതത്തിലേക്ക് നമ്മുടെ ഇത്തരത്തിലുള്ള ഘട്ടങ്ങളെ ഒന്ന് ചേർത്ത് വെക്കേണ്ടത്. റസൂലിനെ കണ്ട പ്രയാസങ്ങൾ മുഴുവൻ സംഭവിച്ചത് അള്ളാഹുവിന് റസൂലിനോട് എന്തെങ്കിലും ഇഷ്ടക്കുറവുണ്ടായിട്ടോ, താല്പര്യക്കുറവുണ്ടായിട്ടോ, വെറുപ്പുണ്ടായിട്ടോ ഒന്നുമല്ലല്ലോ. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു വസ്തുതയാണ്. പക്ഷെ എന്തുകൊണ്ട് പരീക്ഷണങ്ങൾക്കൊരു പഞ്ഞവും ഉണ്ടായിട്ടില്ല എന്നത് നാം പഠിക്കേണ്ടതാണ്. റസൂലിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ആ ജീവിതത്തിൻ്റെ ഏതൊരു ഘട്ടത്തിലും ഒരു സാമാന്യ മനുഷ്യന് അവൻ്റെ പുരുഷായുസ് മുഴുവൻ അനുഭവിക്കേണ്ട എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ അതൊക്കെ അനുഭവിച്ച, നമ്മളൊക്കെ അനുഭവിക്കുന്നതിനേക്കാൾ ഏറ്റവും തീവ്രമായ നിലയ്ക്ക് ആ പ്രയാസങ്ങൾ സഹിച്ചയാളാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. അത് കൃത്യമായി നമ്മളത് പഠിച്ചു വരുമ്പോൾ, ആ ചരിത്രം മനസ്സിലാക്കുമ്പോൾ നമുക്കത് വ്യക്തമാകും. മനഃശാന്തി നഷ്ടപ്പെടുന്ന ആളുകൾ അല്ലേ, അതിങ്ങനെ തേടി നടക്കുവാണ്. എവിടെയാണ് സമാധാനമെന്ന് അന്വേഷിക്കുന്ന, അതിനുവേണ്ടി പല തുരുത്തുകളിലേക്ക് കടന്നു ചെല്ലുന്ന, വിശ്വാസം പോലും പണയം വെച്ച്, ആദർശം വരെ മാറ്റിവെച്ച് മനസ്സിന് സമാധാനം കിട്ടാൻ എന്തെങ്കിലുമൊക്കെ ഭൗതികമായ മാർഗങ്ങളുണ്ടെങ്കിൽ അതിലേക്കെല്ലാം കടന്നു ചെല്ലുന്ന മുസ്ലിം സമൂഹത്തിലെ അംഗങ്ങൾ പോലും. ഇവിടെയാണ് നമ്മൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്ന് ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെ അല്ലേ, ഒരു അധ്യാപകൻ തൻ്റെ കുട്ടികളെ ക്ലാസ് റൂമിലിരുത്തിയിട്ട് ബോർഡിൽ ഒരു വര വരച്ചു. എന്നിട്ട് കുട്ടികളോടായിട്ട് പറഞ്ഞു, ഞാൻ ഈ വരച്ച വര ഇത് നിങ്ങൾ ചെറുതാക്കണം, എന്നാൽ ഈ വരയിൽ തൊടാനോ ഇത് മായ്ക്കാനോ നീളം കുറയ്ക്കാനോ ഒന്നും പാടില്ല. കുട്ടികളൊക്കെ മുഖാമുഖം നോക്കി. ഒരു കുട്ടി എഴുന്നേറ്റ് വന്നിട്ട് അധ്യാപകൻ്റെ കയ്യിൽ നിന്ന് ചോക്ക് വാങ്ങി അധ്യാപകൻ വരച്ച വരയ്ക്കിപ്പുറത്ത് അതിനേക്കാൾ നീളത്തിൽ വലിയൊരു വര വരച്ചു. സ്വാഭാവികമായിട്ടും അധ്യാപകൻ വരച്ച വര ചെറുതാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നടക്കുന്നൊരു പ്രക്രിയയാണ്. നമ്മുടെ പ്രയാസങ്ങൾ നമുക്ക് വലുതാണ്. അത് ഏതുവരെയുള്ളൂ? നമ്മളെക്കാൾ വലിയൊരു പ്രയാസം കാണുന്ന ഒരാളെ കണ്ടാൽ നമ്മുടേത് ചെറുതായി. നമ്മുടെ മനസ്സ് പറയും, കണ്ടോ, എന്നെക്കാൾ കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നൊരു വ്യക്തി. അതിന് നമുക്കൊരു സമാധാനം കിട്ടുന്നുണ്ട്. ഇത്രയും ഞാൻ എത്തിയില്ലല്ലോ എന്നൊരാശ്വാസം നമുക്ക് കിട്ടാറുണ്ട്. ഈ ഒരു കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏത് വിഷമങ്ങൾക്കും ഒരാശ്വാസം കണ്ടെത്താൻ ഒരു അത്താണിയായിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ മാറുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വിലയിരുത്തൽ ഇത് പണ്ഡിതലോകം നടത്തിയിട്ടുണ്ട്. പ്രയാസഘട്ടങ്ങളിൽ വിശ്വാസി സ്വീകരിക്കേണ്ട അനേകം ഇസ്ലാമികമായ മര്യാദകൾ പഠിപ്പിക്കപ്പെട്ടെടുത്ത് സുപ്രധാനമായി വിശദീകരിക്കപ്പെട്ടൊരു കാര്യം ആ പ്രയാസങ്ങളെ റസൂലിലേക്കൊന്ന് ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമുക്കത് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നാം ഓരോരുത്തരും സ്വയം പരിശോധിക്കേണ്ട കാര്യമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ ആരായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ്, ഈ ലോകത്ത് വന്ന മുഴുവൻ സൃഷ്ടികളിൽ
ഏറ്റവും ഉത്തമനായ വ്യക്തി. അതാണ് അള്ളാഹു റസൂലിനെ കുറിച്ച് അള്ളാഹു നൽകിയ വിശേഷണം എന്ന് പറയുന്നത്. സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമൻ, അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി. മലക്കുകളിൽ, മനുഷ്യരിൽ, മറ്റ് ജീവജാലങ്ങളിൽ എല്ലാം അള്ളാഹു ഏറ്റവും ഉന്നതനായി കണ്ട വ്യക്തിത്വമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ പ്രശ്നങ്ങളുടെ, സങ്കടങ്ങളുടെ, പ്രയാസങ്ങളുടെ ഒക്കെ കാര്യം പരിശോധിച്ചാലോ ഒരു കുറവും ആ ജീവിതത്തിലില്ല. അള്ളാഹു റസൂൽ ഭൂമിയിലേക്ക് വരുന്നത് തന്നെ പ്രയാസങ്ങളുമായിട്ടാണ്, അല്ലേ? ജനിച്ചു വീഴുന്നതിന് മുമ്പേ പിതാവ് മരണപ്പെടുകയാണ്. ജനിച്ച് 6-ാം വയസ്സായപ്പോഴേക്കും ഉമ്മ മരണപ്പെട്ടു. അനാഥനായ ബാല്യം. ഹലീമ ബീവിയാണ് അള്ളാഹു റസൂലിന് പാല് കൊടുത്തത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഒരു രീതിയുണ്ട്. അവിടെ മല കൊടുക്കാൻ മറ്റുള്ള സ്ത്രീകളെ ഏൽപ്പിക്കും. ഹലീമ ബീവി അള്ളാഹു റസൂലിനെ എടുക്കാൻ വരുന്നത് മറ്റുള്ള കുട്ടികളെ ഒന്നും കിട്ടാനില്ലാത്തത് കൊണ്ടായിരുന്നു. കാരണം അറിയാം, ഇതൊരു യത്തീമായ കുട്ടിയാണ്. തനിക്ക് കിട്ടുന്ന കൂലിയും പാരിതോഷികവും ഒക്കെ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്, ആശങ്കയുണ്ട് അവർക്ക്. എങ്കിൽ പോലും മറ്റു കുട്ടികളെ കിട്ടാനില്ലാത്തത് കൊണ്ട് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹലീമ ബീവി ഏറ്റെടുത്തു. അങ്ങനെ നോക്കൂ നിങ്ങൾ, ചെറുപ്പം മുതലേ എല്ലാ രംഗത്തും അനാഥനായി കൃത്യമായൊരു ഉപ്പയുടെ, ഉമ്മയുടെ സംരക്ഷണത്തിൻ്റെ മാധുര്യമൊന്നും ഏൽക്കാതെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളർന്നു വരികയാണ്. പിന്നീട് അങ്ങോട്ട് ജീവിതത്തിൻ്റെ ഏതു മേഖലയെടുത്താലും പ്രയാസങ്ങൾ തന്നെയായിരുന്നു. ഉമ്മയുടെ കാലം കഴിഞ്ഞ് സംരക്ഷകനായി കടന്നു വന്ന അബ്ദുൽ മുത്തലിബ്, അദ്ദേഹവും മരണപ്പെടുന്നു 2 കൊല്ലം കഴിഞ്ഞപ്പോൾ. പിന്നീട് വന്ന അബൂ താലിബാണ് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുന്നത്. പ്രവാചകന്റെ ജീവിതം, അല്ലെ, ജോലി എന്ന് പറയുന്നത് ആടിനെ മേയ്ക്കലായിരുന്നു. വിദ്യാഭ്യാസമോ എഴുത്തും വായനയും പഠിക്കാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത, അറിയില്ലാത്ത വ്യക്തി, ഉമ്മി, അല്ലെ? അള്ളാഹു റസൂലിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഉമ്മി എന്നാണ്, എഴുത്തും വായനയും അറിയാത്ത വ്യക്തി. ഇങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത്, ജോലിയുടെ മേഖല, നമ്മളൊക്കെ പലപ്പോഴും പല സ്റ്റാറ്റസിൻ്റെ ഭാഗമായി കാണുന്ന ചില കാര്യങ്ങളാണ് ഇതൊക്കെ. ഇവിടെയൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ എവിടെ നിൽക്കുന്നു എന്നുള്ളത്, ഇത്തരം രംഗത്ത് നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലേക്ക് ചേർത്ത് വെച്ച് ആലോചിക്കാൻ പറ്റിയ മേഖലകളാണ് ഇത് എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കി തരികയാണ്. അപ്പോൾ ഈ രൂപത്തിൽ ഓരോ രംഗത്തും പ്രയാസങ്ങൾ. ഇനി വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ, ആദ്യമായി വിവാഹം കഴിച്ചത് ഒരു വിധവയായ സ്ത്രീയെ, തന്നെക്കാൾ 15 വയസ്സ് കൂടുതലുള്ള ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ആ ബന്ധം ഒരുപാട് കാലം നീണ്ടു നിന്നില്ല. ആ ബന്ധം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അവസാനിച്ചു പോകുന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഉണ്ടായ ആൺമക്കളെല്ലാം ഒന്നൊന്നായി മരണപ്പെട്ടു. അബ്ദുള്ള, ഖാസിം, ഇബ്രാഹിം, കുട്ടികളൊക്കെ മരണപ്പെടുകയാണ്, അല്ലേ? നമ്മൾ ആറ്റുനോറ്റ് വളർത്തുന്ന നമ്മുടെ 2-3 മക്കളിൽ ഒരു കുട്ടി മരണപ്പെട്ടാൽ, പ്രിയമുള്ളവരെ, എന്തായിരിക്കും നമ്മുടെ മാനസികാവസ്ഥ? നോക്കൂ നിങ്ങൾ, അല്ലാഹു റസൂൽ ജീവിതകാലത്ത് 5 മക്കളുടെ മയ്യത്തിൻ്റെ മുമ്പിൽ ഇരുന്ന വ്യക്തിയാണ്. 3 ആൺമക്കൾ ചെറുപ്പത്തിലേ പോയി. ഖുറൈശികൾ കളിയാക്കി, നാട്ടുകാർ, അറബികൾ. മുഹമ്മദ് വാലറ്റു. തറവാടിത്തം നിലനിർത്താൻ ആൺമക്കളില്ലാതെ പോയി. പരിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിച്ചു, ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അല്ലാഹു റസൂലേ, താങ്കൾ പ്രയാസപ്പെടണ്ട. താങ്കളെ പരിഹസിക്കുന്നവരാരോ അവരാണ് വാലറ്റ് പോയവർ. താങ്കൾ ലോകാവസാനം വരെ അറിയപ്പെടുന്ന വ്യക്തിത്വമായി നിലകൊള്ളുമെന്ന അള്ളാഹുവിൻ്റെ സമാശ്വാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുണ്ടായി. മക്കൾ എത്ര മരണപ്പെട്ടു! അല്ലാഹു റസൂലിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഉതിർന്നു വീഴുകയാണ് മകൻ ഇബ്രാഹിമിന്റെ മരണഘട്ടത്തിൽ. സ്വഹാബത്ത് ചോദിച്ചു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അല്ലാഹു റസൂലെ, താങ്കൾ കരയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി, യബ്ന ഔഫ്, ഇന്നൽ ഐന തദ്മഅ വ ഇന്നൽ ഖൽബ യഹ്സുൻ. കണ്ണുകൾ കണ്ണുനീർ പൊഴിക്കും, ഹൃദയം വേദനിക്കും, എന്നാൽ പോലും ഞങ്ങൾ അള്ളാഹു തൃപ്തിപ്പെടാത്ത ഒരു വാക്കും ഉച്ചരിക്കുകയില്ല എന്നാണ്. അപ്പോൾ നിങ്ങൾ ആദർശ രംഗത്ത് നിന്നൊരു വിട്ടുവീഴ്ചയില്ലാതെ, ഏത് പ്രയാസഘട്ടത്തിലാണെങ്കിലും ആദർശ രംഗത്ത് വിട്ടുവീഴ്ച കാണിച്ചിട്ടില്ല. മകൻ ഇബ്രാഹിം മരിച്ചപ്പോഴാണ് അന്ന് സൂര്യഗ്രഹണമുണ്ടായി മക്കയിൽ. നാട്ടുകാർ പറഞ്ഞു, റസൂലിൻ്റെ മകൻ മരണപ്പെട്ടത് കൊണ്ട് സൂര്യന് ഗ്രഹണം ബാധിച്ചു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയുടെ മിമ്പറിലേക്ക് ഓടി എന്നാണ് ചരിത്രം. തൻ്റെ അരയുടുപ്പ് മണ്ണിൽ ഇഴയുന്ന രൂപത്തിൽ ഉടുത്ത ഉടുമുണ്ട് അഴിഞ്ഞിട്ടത് കൃത്യമായി ഉടുക്കാൻ പോലും സമയം ചെലവഴിക്കാതെ ആ അഴിഞ്ഞ ഉടുമുണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ടതാണ് റസൂൽ മിമ്പറിലേക്ക് പാഞ്ഞു കയറിയിട്ട് പറഞ്ഞു, ഇല്ല, തീർച്ചയായും ഇന്ന ശംസ വൽ ഖമറ
ആയത്താനി മിൻ ആയാത്തില്ലാ, തീർച്ചയായും സൂര്യനും ചന്ദ്രനും എന്നുള്ളത് അള്ളാഹുവിൻ്റെ ആയാത്തുകളിൽപ്പെട്ട ചില ആയത്തുകൾ, ചില ദൃഷ്ടാന്തങ്ങളാണ്. ഒരു മനുഷ്യൻ്റെ മരണത്തിൻ്റെ പേരിൽ, ജീവിതത്തിൻ്റെ പേരിൽ അതിനൊന്നും യാതൊരു മാറ്റവും സംഭവിക്കില്ല. വിശ്വാസരംഗത്ത് എവിടെ ശോഷണം സംഭവിക്കുന്നു എന്നുള്ളതാണ് റസൂൽ ബോധ്യപ്പെട്ടിട്ടുണ്ടോ, അവിടെ പിന്നെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും റസൂൽ തയ്യാറായിട്ടില്ല. നമ്മുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. കുടുംബത്തിലേക്ക് ഓരോ പ്രയാസങ്ങൾ കടന്നു വന്നാൽ നമ്മൾ എന്തെല്ലാം പരിഹാരങ്ങൾ അന്വേഷിക്കുന്നു. ഇസ്ലാം അനുവദിച്ചതൊക്കെ ആയിരിക്കാം ആദ്യം തേടുന്നത്. പിന്നീട് അങ്ങോട്ട് നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ല എന്ന് തോന്നിയാൽ നമ്മൾ എങ്ങോട്ടൊക്കെ പോകുന്നു, ആരെയൊക്കെ പോയി കാണുന്നു, എന്തെല്ലാം പരിഹാരമാർഗങ്ങൾ തേടുന്നു, കൃത്യമായി അന്വേഷിക്കേണ്ടതല്ലേ നമ്മൾ. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങാനും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നെങ്കിൽ എവിടെയൊക്കെ പോകേണ്ടിയിരുന്നു. എന്തെല്ലാം പ്രയാസങ്ങൾ. ഒരു മാല പൊട്ടിച്ചു വിട്ടാൽ മുത്തുകൾ ഉതിർന്നു വീഴുന്നത് പോലെ പരമ്പരയായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ. സങ്കട പരമ്പര എന്ന് പറയാവുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ. പിന്നെ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രം കൃത്യമായിട്ട് നമ്മളൊന്ന് പഠിക്കണം. നമ്മുടെ പ്രയാസങ്ങൾക്ക് ആശ്വാസമുണ്ടാകും. അവിടെയൊക്കെ സ്വീകരിക്കേണ്ട ഇസ്ലാമിക മാനദണ്ഡം എന്ത് എന്ന് മനസ്സിലാകും. അള്ളാഹു റസൂൽ ഒരു പ്രവാചകനെ വിളിച്ചിട്ടില്ല. ഈ പ്രയാസങ്ങൾക്കിടയിലൊക്കെ അല്ലേ, മരണപ്പെട്ടു പോയ എത്രയോ പ്രവാചകന്മാരുണ്ട്. നമുക്ക് വിളിക്കാൻ ഒരുപാട് ഔലിയാക്കളുണ്ട്, തങ്ങന്മാരുണ്ട്. നമ്മുടെ നാട്ടിൽ പല ജാറങ്ങളിലും ഉൾക്കൊള്ളുന്ന പല ആളുകളുമുണ്ട്. അതൊക്കെയാണ് നമ്മുടെ ആശ്രയം എന്ന് പറയുന്നത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രവാചകനെയും വിളിച്ചിട്ടില്ല, ഒരു ബീവിയെയും വിളിച്ചിട്ടില്ല. അല്ലാഹു റസൂലിന് മുമ്പ് കഴിഞ്ഞു പോയ ബീവിയാണ് മറിയം ബീവിയൊക്കെ. ഒരു ബീവിയെ വിളിച്ചിട്ടില്ല. മറ്റൊരു തരത്തിലുള്ള ഒരു അനിസ്ലാമികതയിലേക്കും അല്ലാഹു റസൂൽ പോയിട്ടില്ല. ഒരു തങ്ങളെ കണ്ടില്ല, മുസ്ലിയാരെ കണ്ടില്ല. ഇതൊന്നും ഉണ്ടായിട്ടില്ല. പ്രിയമുള്ള സഹോദരങ്ങൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലാഹു റസൂൽ പറഞ്ഞാട്ടോ, അള്ളാഹു തൃപ്തിപ്പെടാത്തൊരു വാക്ക് തൻ്റെ മകൻ മരിക്കുന്ന അവസരത്തിൽ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇല്ലാമാ യുർളി റബ്ബുന, റബ്ബ് തൃപ്തിപ്പെട്ടതല്ലാത്തൊരു വാക്ക് എൻ്റെ നാവിലൂടെ പുറത്തു വരികയില്ല എന്ന് പറയണമെങ്കിൽ നോക്കൂ നിങ്ങൾ, നമുക്കൊരു പ്രയാസം വരുമ്പോൾ നമ്മൾ പറയുന്നതും ആലോചിക്കുന്നതുമൊക്കെയായ കാര്യങ്ങൾ അള്ളാഹുവിന് എത്രത്തോളം തൃപ്തിയുള്ളതാണ് എന്നത് ഇതിലേക്കൊന്ന് ചേർത്ത് വെച്ച് ആലോചിക്കേണ്ടതാണ്. വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കാം. സൈനബ്, റുഖിയ പെൺമക്കൾ അല്ലെ, 3 ആൺമക്കൾ 2 പെൺമക്കൾ, ഇതിനൊക്കെ അള്ളാഹുവിൻ്റെ റസൂല് തന്നെ മയ്യത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. മക്കളൊന്നൊന്നായി മരണപ്പെട്ടു പോയി. സാമ്പത്തിക രംഗം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമ്പത്തിക രംഗം എന്ന് പറഞ്ഞത് വിശാലമൊന്നുമായിരുന്നില്ല. നമുക്കറിയാം ചരിത്രം. മരണത്തിൻ്റെ വേളയിൽ പോലും തൻ്റെ പടയങ്കി പണയത്തിലായിരുന്നു. പണയമെന്ന് പറയുമ്പോൾ ഇന്നത്തെ നമ്മുടെ പണയമായിട്ട് സങ്കല്പിക്കേണ്ടതില്ല. നമ്മുടെ പണയമെന്ന് പറയുന്നത് സ്വർണം കൊണ്ടുപോയി ബാങ്കിൽ വെച്ചാൽ പൈസ കിട്ടും, അതാണ് പണയം. പക്ഷേ അടവ് മുടങ്ങിയാൽ പലിശ കയറും. അത് ഇസ്ലാമികമല്ല എന്ന് തിരിച്ചറിയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അയൽവാസിയായ ജൂതനിൽ നിന്ന് ഭക്ഷണം വാങ്ങിയിട്ട് അത് തിരിച്ചു കൊടുക്കാനുള്ള ഈട് എന്നുള്ള നിലയ്ക്ക് തൻ്റെ പടയങ്കി കൊടുത്തിരുന്നു എന്നാണ്. അത് അടവ് മുടങ്ങിയാൽ പ്രത്യേകിച്ച് പലിശയോ കാര്യങ്ങളൊന്നും അതിൻ്റെ പിന്നിൽ വരാനില്ല. ആ രൂപത്തിലുള്ള പണയമേ ഇസ്ലാം അനുവദിച്ചിട്ടുള്ളൂ എന്നതുകൂടി സാന്ദർഭികമായി മനസ്സിലാക്കുക. അടുപ്പ് പുകയാത്ത വീടായിരുന്നു പലപ്പോഴും അല്ലാഹു റസൂലിൻ്റെ വീട്. ഐഷാ ബീവി പറയുന്നുണ്ട്, എത്രയോ ദിവസങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ അടുപ്പ് പുകഞ്ഞിട്ടില്ല. എങ്ങനെയാണ് പിന്നെ നിങ്ങൾ ജീവിച്ചത്? സ്വഹാബത്ത് ചോദിക്കുക. ഐഷാ ബീവി പറഞ്ഞത്, ഞങ്ങൾ അത്തമ്രാൻ, വെള്ളവും ഈത്തപ്പഴം, അതായിരുന്നു ഞങ്ങളുടെ ഭക്ഷണം. നോക്കൂ നിങ്ങൾ, പ്രയാസത്തിൻ്റെ തീച്ചൂളയിൽ വറുത്തെടുക്കപ്പെട്ട വ്യക്തിയാണ് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കുടുംബവുമൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു പ്രയാസം വരുമ്പോഴേക്കും അല്ലേ, സാമ്പത്തിക രംഗത്തും ജോലിയുടെ കാര്യത്തിലൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും നമ്മളെ പിന്നെ പിടിച്ചാൽ കിട്ടണില്ല. നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടുകയാണ്. കുടുംബത്തിൽ സ്വസ്ഥതയില്ല, അസ്വസ്ഥരാകുന്നു നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഈ ഒരു നിലപാടിലേക്കൊക്കെ അല്ലാഹു റസൂൽ തകർന്നു പോകുകയാണെങ്കിൽ തകർന്നു പോകാനുള്ള എമ്പാടും കാരണങ്ങൾ ആ ജീവിതത്തിലുണ്ട്. മാനസിക നില തെറ്റിപ്പോകാവുന്ന കാര്യങ്ങൾ, അതേപോലെ തന്നെ റബ്ബ് എന്നെ കൈവിട്ടോ എന്ന് ചിന്തിക്കാവുന്ന കാര്യങ്ങൾ, എനിക്ക് ജീവിതം മതി എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് കളയാവുന്ന രൂപത്തിലേക്കുള്ള പ്രയാസങ്ങൾ, ഇതൊക്കെയാണല്ലോ ഇന്നത്തെ മനുഷ്യന്മാർക്ക് ഉള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. പ്രയാസങ്ങൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ പൊതുവെയുള്ള നിലപാടുകൾ ഇതൊക്കെയാണ്. ഇവിടെ സത്യവിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗൗരവമായ ചില തിരിച്ചറിവുകളുണ്ട്. ഇതിലൊന്നും തീർന്നിട്ടില്ല. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സങ്കടങ്ങൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ നീണ്ട കിടക്കുകയാണ്. നമുക്ക് ദിവസങ്ങളോളം സംസാരിക്കാനുള്ള വിഷയമുണ്ടത്.
സ്വന്തം പെൺമക്കൾ തലാക്ക് ചൊല്ലപ്പെട്ടിട്ട് വീട്ടിലേക്ക് വരികയാണ് വിധവകളായിട്ട്, അല്ലെ? ഭർത്താക്കന്മാർ ഒഴിവാക്കി, ഇനി റസൂലിൻ്റെ മക്കളെ എനിക്ക് വേണ്ടാന്ന് വെച്ചിട്ട് ഭർത്താക്കന്മാർ പറഞ്ഞയക്കുന്നു പെൺമക്കളെ വീട്ടിലേക്ക്. വിവാഹമോചിതരായി കടന്നു വരുന്ന പെൺമക്കളെ നോക്കുന്നൊരു പിതാവിൻ്റെ മാനസികാവസ്ഥ എത്രത്തോളം ഭീകരമാണ് എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതും അനുഭവിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിനെ ചിന്തിക്കാം, എന്തുകൊണ്ട് അള്ളാഹു എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നു? ഇഷ്ടമല്ലാഞ്ഞിട്ടാണ്? റബ്ബ് എന്നെ കൈവിട്ടിട്ടാണോ? ഇല്ല. അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചേർത്ത് പിടിച്ചു. അള്ളാഹു ഏറെ ഇഷ്ടപ്പെട്ട വ്യക്തിത്വം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സൂറത്തുൽ ദുഹയുടെ വചനങ്ങൾ അതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു റസൂലിനെ ചേർത്ത് പിടിച്ച് തഴുകി തലോടി ആശ്വസിപ്പിക്കുന്നത് പോലെ പറഞ്ഞ വചനങ്ങൾ. റസൂലേ, താങ്കളെ ഞാൻ കൈവിട്ടിട്ടില്ല, അല്ലെ? അലം യജ്ദക യതീമൻ ഫആവ, താങ്കൾ അനാഥനായിരുന്നില്ലേ, ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഞാൻ. ഇങ്ങനെ ആശ്വാസവചനങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ അടിക്കടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു നൽകിയത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ രൂപത്തിൽ റസൂലിൻ്റെ സങ്കടങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നാട്ടുകാർ എല്ലാവരും എതിരെ, കുടുംബക്കാർ ത്വായിഫിലേക്ക് പോയത് അമ്മാവന്മാരുടെയും മാമന്മാരുടെയും അമ്മായിമാരുടെയൊക്കെ സഹായം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ കിട്ടിയത് കല്ലേറ് മാത്രമാണ് മിച്ചം. നാട്ടുകാർ ബഹിഷ്കരിച്ചു, ഉപരോധം ഏർപ്പെടുത്തി. ശുഐബ് അബീ ത്വാലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ അവരെ ബന്ധികളാക്കി, ഉപരോധം ഏർപ്പെടുത്തി. ഭക്ഷണമില്ല, വെള്ളമില്ല, ആരുമായിട്ടും സമ്പർക്കം പാടില്ല. മാസങ്ങളോളം ചരിത്രം പറയുന്നു അവർ കാഷ്ടിച്ചത് ആട് കാഷ്ടിക്കും പോലെ കഷ്ടിക്കേണ്ടി വന്നിട്ടുണ്ട് അവർക്ക്. എന്തുകൊണ്ട്? മരത്തിൻ്റെ ഇലകളും കാലിൻ കിടന്ന തോലിൻ്റെ ചെരുപ്പ്, ആ തോലഴിച്ചെടുത്ത് വെള്ളത്തിൽ മുക്കി അതൊക്കെ ഭക്ഷണമായിട്ട് സ്വീകരിച്ചൊരു കാലഘട്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് സഹിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ എന്താ? ഇതിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ എവിടെയാണ് നമ്മുടെ പ്രയാസങ്ങൾ? ആ രൂപത്തിൽ നമ്മൾ ആലോചിക്കണമെന്നതാണ് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കാനുള്ളത്. ഒരു ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് എന്തെല്ലാം പ്രയാസങ്ങൾ സഹിച്ചു. സ്വന്തം ഭാര്യയ്ക്കെതിരെ വന്ന വ്യഭിചാര ആരോപണം, സ്വന്തം കൂടെ നിൽക്കുമെന്ന് കരുതിയ ആളുകൾ പോലും തനിക്കെതിരായി മാറിയ ഒരു രംഗം. മാസങ്ങളോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യയുടെ കാര്യത്തിൽ അത് തീരുമാനമെടുക്കണമെന്നറിയാതെ ആശങ്കപ്പെട്ടു പോയ, പ്രത്യേകിച്ച് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരിലാണ് വ്യഭിചാര ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ഒരുപാട് പ്രയാസപ്പെട്ടു പോയൊരു സന്ദർഭം. മാനസികമായി തളർന്നു പോകാമെന്ന് പറയുന്ന, തകർന്നു പോകാമായിരുന്ന ഒരു സന്ദർഭമായിരുന്നു ഭാര്യയ്ക്കെതിരെയുണ്ടായ വ്യഭിചാര ആരോപണത്തിൻ്റെ ഘട്ടമെന്ന് പറയുന്നത്. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പ്രയാസങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ, അല്ലേ, കുട്ടിയായിരിക്കുന്ന സമയം മുതൽ തുടങ്ങിയ പ്രയാസങ്ങൾ മരണഘട്ടത്തിൽ പോലും അള്ളാഹുവിനെ റസൂലിനെ നോക്കി നിന്നിട്ടുണ്ട്. മരണത്തിൻ്റെ ഘട്ടത്തിൽ പോലും അള്ളാഹു റസൂല് പറഞ്ഞു, ഒരു ജൂതപ്പെണ്ണ് എന്നെ കൊല്ലാൻ നോക്കിയിട്ടുണ്ട്, മാംസത്തിൽ വിഷം കലർത്തിയിട്ട്, അതിൻ്റെ പ്രയാസം ഞാനിപ്പോൾ അനുഭവിക്കുന്നു എന്നാണ് മരണത്തിൻ്റെ ഘട്ടത്തിൽ അള്ളാഹു റസൂല് പറഞ്ഞൊരു വാക്ക്. അല്ലെ, വധശ്രമം എത്രയോ സമയത്ത്, എത്രയോ പ്രാവശ്യം കൊണ്ടുവന്നിരുത്തി, ഭക്ഷണം കൊടുക്കാനായി കൊണ്ടുവന്നിരുത്തി, വീടിൻ്റെ മുകളിൽ നിന്നും തലയിലേക്ക് കല്ലിടാൻ ഒരുങ്ങി നിന്നപ്പോഴാണ് അള്ളാഹു റസൂലിൻ്റെ ഇടയ്ക്ക് ജിബ്രീൽ വന്നിട്ട് പറഞ്ഞത്, ഇവിടുന്ന് മാറിയിരിക്കണം, ഇതൊരു വധശ്രമമാണ് എന്നുള്ളത്. എത്ര ഘട്ടങ്ങൾ! യുദ്ധരംഗത്ത്, യുദ്ധം നടക്കുന്ന ഗ്രൗണ്ടിൽ ചതിക്കുഴികൾ ഒരുക്കി വെച്ച് കാത്തിരുന്ന ശത്രുക്കൾ എല്ലാവരും എതിരായിരുന്നു. ഒരു വശത്ത് കുടുംബക്കാരെതിരായി നിൽക്കുന്നു, മറുവശത്ത് ജൂതന്മാരും നസ്വാറാക്കളും മുശ്രിക്കുകളും മുനാഫിക്കുകളും എന്ന് വേണ്ട നാട്ടിലെ മുഴുവൻ ആളുകളും തനിക്കെതിരായി നിന്നുകൊണ്ട് തന്നെ ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും ഇല്ലായ്മ ചെയ്യാനും ശ്രമിച്ചൊരു ഘട്ടത്തിൽ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പതറിയിട്ടില്ല. വിശ്വാസരംഗത്ത് ഉറച്ചു നിന്നു. ഈമാനിൻ്റെ കരുത്ത് എന്ന് പറയുന്നത് അതാണ്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കൃത്യമായി മാതൃകയാകുന്നത് എന്നത് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ട വസ്തുതയാണ്. വിശ്വാസം മുറുകെ പിടിക്കണം, തവക്കുലും ഇഖ്ലാസും കാത്തു സൂക്ഷിക്കണം. പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ അള്ളാഹു ഇഷ്ടപ്പെട്ടതല്ലാത്തൊരു പ്രവർത്തനത്തിലൂടെ അതിന് പരിഹാരം കാണുക എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ റസൂൽ അനുവദിച്ചതല്ല, അള്ളാഹു ഇഷ്ടപ്പെട്ടതല്ല. സാമ്പത്തിക രംഗത്ത് പ്രയാസമുണ്ടാകുമ്പോൾ പലിശയിലേക്ക് കടന്നു പോവുക,
ഒരിക്കലും ഇസ്ലാം അനുവദിച്ച ഒന്നല്ല. ക്ഷമയോടുകൂടി കടിച്ചു നിൽക്കാൻ സാധിക്കണം. അള്ളാഹു ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും പരിശോധിക്കുന്നതും അതാണ്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അള്ളാഹു നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്ന ക്ഷമയാണ്. നമ്മളെ അള്ളാഹു തആല പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചെടുക്കുകയാണ്. ഒരു സ്വർണം അതിൻ്റെ കറ മാറി തെളിഞ്ഞു വരുന്നത് തീയിലിട്ട് പഠിപ്പിച്ചെടുക്കുമ്പോഴാണ് എന്ന് നേരെ കാണുന്ന ആളുകളാണ് നമ്മൾ. ഒരു ഇരുമ്പിൻ്റെ ആയുധം അത് മൂർച്ച കൂട്ടി ഉപയോഗയോഗ്യമാക്കി മാറ്റുന്നത് തീയിൽ വെച്ച് പഠിപ്പിച്ചും ചുറ്റിക കൊണ്ട് അതിനെ ക്രൂരമായി അടിച്ചു പരത്തി അരം കൊണ്ട് ഒരതി ശരിയാക്കിയിട്ടൊക്കെയാണ് അത് നന്നാക്കിയെടുക്കുന്നത്. ഇത് തന്നെയാണ് മനുഷ്യൻ്റെ കാര്യത്തിൽ അള്ളാഹു തആല സ്വീകരിച്ച, പ്രത്യേകിച്ച് വിശ്വാസി സമൂഹത്തിൻ്റെ കാര്യത്തിൽ. അവരെ അള്ളാഹു ഉലയിലിട്ട് ഒരുക്കിയെടുക്കുക. അതിന് പല ലക്ഷ്യങ്ങളുണ്ട്. ജീവിതത്തിലെ പ്രയാസങ്ങളെ ഈ നിലയ്ക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കണം. നമ്മൾ ഒന്ന് കഴിഞ്ഞാൽ ഒന്നുണ്ടാകും, സ്വാഭാവികമാണ്. പ്രയാസങ്ങളുടെ കാര്യത്തിൽ വിശ്വാസികൾ അള്ളാഹുവിലേക്കുള്ള അടുപ്പത്തിൻ്റെ തോതനുസരിച്ച്, നന്മയിലുള്ള ജീവിതത്തിൻ്റെ തോതനുസരിച്ച് പ്രയാസങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ഒരു പഞ്ഞവും ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണ് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്ഷമയുള്ളവരായി മാറുക, പ്രയാസങ്ങളിലൂടെ പ്രതിഫലത്തെ ആഗ്രഹിക്കുക, ധൃതിയും അക്ഷമയും കാണിക്കാതിരിക്കുക. നമ്മൾ പറയാറുണ്ട് പലപ്പോഴും, പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാതെയാകുമ്പോൾ എത്ര കാലമായി പ്രാർത്ഥിക്കുന്നു, ഉത്തരം കിട്ടിയിട്ടില്ല എന്നുള്ളത്. ധൃതി പാടില്ല. പ്രാർത്ഥനകളുടെ മര്യാദ പഠിപ്പിച്ച കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പറഞ്ഞൊരു കാര്യം, ഞാൻ എത്ര കാലമായി പ്രാർത്ഥിക്കുന്നു, ഉത്തരം കിട്ടിയില്ലല്ലോ, ഇത് ധൃതി വയ്ക്കലാണ്. അതിനൊരു സമയമുണ്ട്. ആ സാവകാശം കൊടുക്കണം. നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം, നിരാശപ്പെടാതെ. ഇതാണ് വിശ്വാസിയോട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടുള്ള കാര്യം. പ്രയാസങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള വഴിയായിട്ട് അതിനെ കാണാൻ വിശ്വാസിക്ക് സാധിച്ചാൽ ഓരോ പ്രയാസങ്ങളും അവന് പ്രതിഫലമായി മാറുകയാണ് ചെയ്യുക. അല്ലേ? ഒരു വിശ്വാസിയുടെ അത്ഭുതം എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്, ഹത്താ ശൗഖത്തുൻ യുശാഖുഹ. വിശ്വാസിയായ മനുഷ്യന്റെ കാലിൽ തറയ്ക്കുന്ന മുള്ളു പോലും അവന് പ്രതിഫലമാണ്. ഇൻ സ്വബറ, അവൻ ക്ഷമിച്ചു കഴിഞ്ഞാൽ, അതിലവൻ പ്രതിഫലം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രതിഫലമുണ്ട്, നന്മയുണ്ട്. ഇങ്ങനെ നോക്കിയാൽ നമുക്ക് എത്രയോ പുണ്യങ്ങൾ വാരിക്കൂട്ടാനുള്ള അവസരങ്ങളാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രയാസങ്ങൾ. മക്കൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ, മരണപ്പെട്ടു പോകുന്നത്, സാമ്പത്തിക നഷ്ടങ്ങൾ, ശാരീരിക പ്രയാസങ്ങൾ, ജോലിയിലെ ബുദ്ധിമുട്ടുകൾ, എല്ലാ രംഗത്തും ഇത് പ്രതീക്ഷിക്കണം നമ്മൾ. ഇത് നന്മയാക്കി മാറ്റാൻ കഴിയുന്നവനാണ് ബുദ്ധിയുള്ള വിശ്വാസി എന്നല്ലാഹു റസൂൽ പറഞ്ഞത്. പ്രയാസമുണ്ടായാലും സന്തോഷമുണ്ടായാലും രണ്ടിനെയും അനുകൂല ഘടകമാക്കി മാറ്റണം. ഇത് രണ്ടും മാറി മാറി വരും. ഒരു കുന്നിനൊരു കുഴിയുള്ളതുപോലെ ഒരു പ്രയാസത്തിനൊരു എളുപ്പമുണ്ടാകും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. എന്നും ഒരേ നിലയ്ക്കൊരു പ്രയാസം അതൊരിക്കലും കൊടുക്കില്ല അല്ലാഹു. ഒരു പ്രയാസം കഴിഞ്ഞാൽ സന്തോഷം കൊടുക്കും, എളുപ്പം വരും. ഇല്ലേ? ആ ഒരു ജീവിതം, ഇതാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിരന്തര ജീവിതത്തിൻ്റെ ഇടയ്ക്ക് കടന്നു വരുന്ന ഓരോ ഘട്ടങ്ങളിലും തിരിച്ചറിവായിട്ടുണ്ടാവേണ്ട കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന വിഷമങ്ങൾ ഏതാവട്ടെ, ഏത് രൂപത്തിലാവട്ടെ, അതിനെ അള്ളാഹുവിൻ്റെ റസൂൽ അനുഭവിച്ച ത്യാഗങ്ങളായിട്ട് പ്രയാസങ്ങളെയൊക്കെ ഒന്ന് ചേർത്ത് വെച്ച് നോക്കിയാൽ, ഒന്ന് പരിശോധിച്ചാൽ നമ്മളുടേത് ചെറുതാകും, സ്വാഭാവികമാണ്. അന്നേരക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിയും. അള്ളാഹു റസൂൽ പറഞ്ഞത്, നിങ്ങൾ ഏറ്റവും വലിയ പ്രയാസം കാണേണ്ടത് എൻ്റെ മരണത്തെയാണ് എന്നാണ്. എൻ്റെ മരണത്തെക്കുറിച്ച് ഓർക്കാനാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞു പോവുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസമുള്ള കാര്യം. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ഓർക്കാനാണ് പറഞ്ഞത്. നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹു റസൂലിൻ്റെ മരണം മാത്രമല്ല, ആ ജീവിതത്തിൽ സഹിച്ച ഓരോ ത്യാഗങ്ങളും, അതിൽ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്, ആലോചിക്കാനുള്ള വിഷയങ്ങളുണ്ട്. ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെ റസൂലിൻ്റെ ജീവിതവുമായി ചേർത്ത് വെച്ചുകൊണ്ട് പരിശോധിക്കാനും അതിൽ ആശ്വാസം കണ്ടെത്താനും കഴിയണം. അതാണ് ഒരു വിശ്വാസിയുടെ നിലപാട് എന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസങ്ങളിൽ നിന്ന് നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. വരുന്ന പ്രയാസങ്ങളെ ക്ഷമയോടുകൂടി തരണം ചെയ്യാനും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ അരികിൽ നന്മയാഗ്രഹിച്ചുകൊണ്ട് അതിനെ
തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ അജ്ഞാനവർത്തികളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വുളൂഇൻ്റെ ഒരാമുഖം കഴിഞ്ഞ ആഴ്ച ചെറുതായി സൂചിപ്പിച്ചിരുന്നു. വുളൂ എന്നത് ഏറെ പ്രതിഫലാർഹമായ മഹത്തായ ഒരു ആരാധനാ കർമ്മമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിൻ്റെ സിഹ്ഹത്തിനാവശ്യമായ, അത് ശരിയാകാൻ ആവശ്യമായ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വുളൂ സംബന്ധമായി മനസ്സിലാക്കുമ്പോൾ ആദ്യം വേണ്ടത് വെള്ളമാണ്. വെള്ളം തഹൂറായിരിക്കണം എന്നുള്ളത് നമ്മളൊക്കെ മദ്രസാ കാലം മുതലേ കേട്ട് പഠിച്ച ഒരു സംഗതിയാണ്. ശുദ്ധമായ വെള്ളം, സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമായ വെള്ളത്തെയാണ് തഹൂർ എന്ന് പറയുന്നത്. അതിൽ പെടാത്തതാണ് തേങ്ങവെള്ളം പോലെയുള്ള കുടിക്കാം, പക്ഷേ മറ്റൊന്ന് ശുദ്ധിയാക്കാനുള്ള ശേഷിയില്ലാത്ത വെള്ളങ്ങളാണ് അത്തരത്തിലുള്ള കുടിവെള്ളം പോലെയുള്ള സംഗതി. അപ്പോൾ ശുദ്ധമായ വെള്ളം കൊണ്ട് വേണം വുളൂ ചെയ്യാൻ. പരിശുദ്ധ ഖുർആൻ വുളൂഉമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു വിശദീകരണം സൂറത്ത് മാഇദയിലെ 6-ാമത്തെ ആയത്തിൽ കാണാം. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും, നിങ്ങൾ നമസ്കരിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖം നിങ്ങൾ കഴുകണം. വഅയ്ദിയക്കും, നിങ്ങളുടെ കൈകൾ നിങ്ങൾ കഴുകണം. ഇലൽ മറാഫിഖ്, മുട്ടുവരെ. വംസഹൂ ബിറുഊസിക്കും, തല തടവണം. വഅർജുലക്കും ഇലൽ കഅബൈൻ, ഞെരിയാണി ഉൾപ്പെടെ 2 കാലുകളും കഴുകണം. പരിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വുളൂഇൻ്റെ രൂപം ഇതാണ്. അതിൽ മുഖം കഴുകൽ, അതേപോലെ 2 കൈകൾ മുട്ടുൾപ്പെടെ കഴുകൽ, അതുപോലെ തല തടവൽ, 2 കാല് ഞെരിയാണി ഉൾപ്പെടെ കഴുകൽ. ഈ 4 ഭാഗങ്ങളാണ് ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. ഏതൊരു കർമ്മവും എന്നതുപോലെ അതിൻ്റെ ചില സൂചനകൾ മാത്രമേ പരിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് ലഭ്യമാകൂ. ആ കർമ്മത്തിൻ്റെ പൂർത്തീകരണം നമുക്ക് കിട്ടുന്നത് ഇതിനോടൊപ്പം വിശദീകരിക്കപ്പെടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെയാണ്. അപ്പോൾ വുളൂഇനെ സംബന്ധിച്ച് ഏത് കർമ്മമെടുത്താലും, നമസ്കാരമാണെങ്കിലും അതേപോലെ ഹജ്ജാണെങ്കിലും സക്കാത്താണെങ്കിലും, അതിൻ്റെ വിശദമായ രൂപത്തിൽ നമുക്ക് ലഭിക്കുന്ന ഹദീസുകൾ കൂടി ചേർത്ത് വയ്ക്കുമ്പോഴാണ്. പലപ്പോഴും ഇന്ന് ഖുർആൻ മാത്രം മതി നമുക്ക്, എന്തിന് ഹദീസുകൾ എന്ന് ചോദിക്കുന്നൊരു കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. ധാരാളം ആളുകൾ ആ നിലയ്ക്ക് ചിന്തിക്കുന്നു. ഹദീസുകൾ സ്വീകരിക്കേണ്ടതുണ്ട്, സ്വീകരിക്കാൻ പാടില്ലാത്തതുണ്ട്, തള്ളേണ്ടതുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷനുള്ള സ്ഥിതിക്ക് എന്തിന് ഹദീസ്, ഖുർആൻ തന്നെ പോരെ എന്ന് ചിന്തിക്കുന്ന ആളുകൾ കൂടി വരികയാണ്. പക്ഷേ ഖുർആനിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് ഹദീസുകളിലൂടെയാണ് എന്നുള്ളൊരു വിശ്വാസി മനസ്സിലാക്കണം. ഖുർആൻ മാത്രം എടുത്ത് ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾക്കൊരു പൂർണ്ണത എന്ന് പറയുന്നത് ലഭ്യമല്ല, അത് കിട്ടുകയില്ല. അത് പൂർണ്ണമാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ മാത്രമാണ്. അത് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഖുർആനിനെ വിശദീകരിച്ചു തരാൻ വന്ന വ്യക്തിയാണ് റസൂൽ. അതുകൊണ്ട് ആ റസൂൽ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതും ചെയ്ത് കാണിച്ചതുമൊക്കെ സ്വീകാര്യമാണ്, അതാണ് സ്വീകരിക്കേണ്ടത്, അപ്പോഴേ അത് പൂർണ്ണമാകൂ എന്ന് ഖുർആനിൻ്റെ ആഹ്വാനം കൂടിയാണ്. ആ നിലയ്ക്ക് വുളൂഇനെ പരിശോധിക്കുമ്പോൾ അതിൽ മുൻകൈ കഴുകലോ വായിലും മൂക്കിലും വെള്ളം കൊപ്പിളിക്കലോ അതേപോലെ ചെവി തടവലോ ഇതൊന്നും ഖുർആനിൽ നിന്ന് കിട്ടുകയില്ല. നേരെ മറിച്ച് അതെല്ലാം നമുക്ക് ലഭിക്കുന്നത് സ്വഹീഹായ ഹദീസുകളിൽ നിന്നാണ്. ആ ഹദീസിൽ പഠിപ്പിക്കപ്പെട്ട രൂപം കൂടി ചേർത്ത് വെച്ച്
അത് എത്ര പ്രാവശ്യം കഴുകണമെന്നുള്ളത്, എത്ര പ്രാവശ്യം തടവണമെന്നുള്ളത്, അത് എങ്ങനെയായിരിക്കണം എന്നുള്ളത്, ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നത് ഹദീസുകളിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു കാര്യം ഇന്നത്തെ ഖുതുബയിലൂടെ സൂചിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങൾ കൂടി നമുക്കുണ്ട്, അത് വരും അവസരങ്ങളിൽ സൂചിപ്പിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് കൃത്യമായി ഇസ്ലാമികമാണ്. ഏതായാലും ചെയ്യുകയാണ് നമ്മൾ. അതിനുവേണ്ടി സമയം മെനക്കെട്ട് സന്ദർഭം ഉപയോഗപ്പെടുത്തിയിട്ടൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ചെയ്യുന്ന പണിക്കൊരു വൃത്തി ഉണ്ടാകണം. ആ വൃത്തി വേണമെങ്കിൽ എന്ത് വേണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിലേക്ക് അത് മാറണം. ഇത് പ്രത്യേകം പറയാൻ കാരണം, പല ആളുകളും ഇവിടെ ഉദൂ ചെയ്യുന്നത് ശ്രദ്ധിക്കുമ്പോൾ അതിലൊരുപാട് പോരായ്മകൾ, നിർബന്ധമായി പഠിപ്പിക്കപ്പെട്ട പരിധികളിലേക്ക് എത്താത്ത രൂപത്തിലാണ് പലപ്പോഴും പല കർമ്മങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. കൈ കഴുകണം, മുട്ടുൾപ്പെടെ എന്ന് പറഞ്ഞാൽ മുട്ടിൻ്റെ ഭാഗം നനഞ്ഞേ പറ്റൂ. ഈ കൈയിൻ്റെ എവിടെയെങ്കിലും അല്പം വെള്ളം ആവുക എന്നതല്ല കൈ കഴുകുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുഖത്തിൻ്റെ പരിധി നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുകളിൽ മുടി മുളയ്ക്കുന്ന സ്ഥലം മുതൽ, സാധാരണഗതിയിൽ ഈ ഒരു ഭാഗം, നെറ്റിയുടെ മുകൾ ഭാഗം, അത് മുതൽ പിരടിയുടെ ഭാഗത്തേക്ക്, താടിയുടെ ഭാഗം, മുഖത്തിൻ്റെ അതിന് മുകളിൽ മുടി മുളയ്ക്കുന്ന സ്ഥലവും താടിയലിൻ്റെ ഭാഗവും വരെ, വീതി പറയുകയാണെങ്കിൽ 2 ചെവികൾ, ഇത് ഈ ഒരു ഭാഗം പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതാണ് മുഖമെന്ന് പറയുന്നത്. പലപ്പോഴും നമ്മളങ്ങനെ 2 കൈകളിൽ വെള്ളമെടുത്ത് മുഖത്തേക്ക് വെള്ളം വയ്ക്കുമ്പോൾ ഈ അതിരുകൾ പാലിക്കപ്പെട്ടുവോ എന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ ഈ രൂപത്തിൽ ഓരോന്നിനും ഒരു അതിരും രീതിയും ഒക്കെ അല്ലാഹു റസൂൽ നിശ്ചയിച്ചിട്ടുണ്ട്. അതിലേക്ക് എത്തണം, അപ്പോഴേ അത് വൃത്തിയുള്ളതാകും, പൂർണ്ണതയുള്ളതാകും. വുളൂഇൻ്റെ കാര്യത്തിൽ ആ ഒരു ശ്രദ്ധ വേണമെന്നത് സന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പള്ളിയുടെ പരിപാലന ഫണ്ടിൻ്റെ കാര്യം ആരും മറക്കരുത് എന്നൊന്നുകൂടി സൂചിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വാലിഹായ കർമ്മങ്ങളായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ അരുതായികളും അള്ളാഹുവിൻ്റെ മഹത്തായ ഔദാര്യം കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. മരണത്തിൻ്റെ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. കുടുംബ രംഗത്ത്, സാമൂഹിക രംഗത്തെല്ലാം ഒരു വൃത്തിയുള്ള വിശ്വാസിയായി, നല്ല സ്വഭാവവും നല്ല വിശ്വാസവും നല്ല നിലപാടുകളുമായി ജീവിക്കുന്ന വിശ്വാസിയായി മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وآله وصحبه وسلم والحمد لله رب العالمين.